121 മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചുവല്ലോ. അപൂർവം ചിലർ ദൈവദാസന്മാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു ചെറിയ പ്രസ്ഥാനമാണ് മാരാമൺ കൺവെൻഷൻ എന്ന നിലയിൽ ഇത്ര വളരെ വിപുലമായി വളർന്നു വന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മാരാമൺ കൺവെൻഷന് എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ഈ ദേശത്ത് മാത്രമല്ല, കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ധാരാളം വിശ്വാസ സമൂഹം മാരാമൺ കൺവെൻഷനിൽ സംബന്ധിപ്പാനായി അടുത്തു വരുന്നുണ്ട്. സഭ വ്യത്യാസമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവവചനം കേൾക്കുന്ന ഒരിടമാണല്ലോ മാരാമൺ കൺവെൻഷൻ. അഗതി മന്ദിരങ്ങൾ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുവാൻ മാരാമൺ കൺവെൻഷനാണ് മുഖാന്തരമായി തീർന്നത്. ഒരു കാലത്ത് ധാരാളം നിർധനരായ ആളുകൾ ഭിക്ഷ യാചിച്ചുകൊണ്ട് മാരാമൺ കൺവെൻഷൻ്റെ പന്തലിൻ്റെ ചുറ്റുവട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളവരെക്കുറിച്ചുള്ളൊരു കരുതൽ, ആ ഒരു തിരിച്ചറിവ് ഉണ്ടായതിൻ്റെ ഫലമായി ഇന്ന് സഭയുടെ ചുമതലയിൽ പലയിടങ്ങളിലായി വയോജന മന്ദിരങ്ങൾ നടത്തി വരുന്നുണ്ട്. സുവിശേഷ വേലയ്ക്കും വേണ്ടത്ര ആക്കം കൂട്ടുവാനിടയായത് മാരാമൺ കൺവെൻഷനിലെ പ്രഭാഷണങ്ങളിലൂടെയാണ്. ഒരു കാലത്ത് മലയാളികൾ മാത്രമായിരുന്ന മാർത്തോമാ സഭ ഇന്ന് വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ സംസ്കാരങ്ങളിൽപ്പെടുന്നവർ ഇന്ന് മാർത്തോമാ സഭയുടെ അംഗങ്ങളാണ്. ഒക്കെയും കാരണമായി തീർന്നത് തിരുവചനം വളരെ ശക്തമായി ഈ പ്രദേശത്ത് പ്രഘോഷിക്കപ്പെട്ടത് മൂലമാണ്. അതുമാത്രമല്ല, സമൂഹത്തിലെ അധർമ്മത്തിനെതിരായി, അധാർമികതയ്ക്കെതിരായി, തെറ്റായ പ്രവണതകൾക്കെതിരായൊക്കെ വളരെ ഉച്ചത്തിൽ ദൈവവചനം ഈ പ്രദേശത്തെ പ്രഘോഷിക്കപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ട തിരുമാന്യന്മാരിലൂടെ, സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രവർത്തകരിലൂടെ, മിഷണറിമാരിലൂടെയൊക്കെ ലഭിച്ചതായിട്ട് നേതൃത്വം സന്തോഷത്തിൽ ഓർക്കുന്നു. വചന കേൾവി ഇപ്രകാരം കാസറ്റിലൂടെ ലഭ്യമാക്കി തീർക്കുന്നത് വിദൂരത കൊണ്ട് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഈ കൺവെൻഷൻ വന്ന് സംബന്ധിപ്പാൻ കഴിയാതെയൊക്കെ പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഇവിടെ നടന്നതായിട്ടുള്ള പരിപാടികൾ കാണുവാനും കേൾക്കുവാനും പ്രത്യേകിച്ച് വചനം ശ്രദ്ധിക്കുവാനുമൊക്കെയുള്ളൊരു മുഖാന്തരമാണ് ഈ ദൃശ്യാവിഷ്കാരം. അതെല്ലാം ദൈവനാമഹത്വത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പാടിയതായുള്ള പാട്ടിൻ്റെ ഒരു ചരണം മാത്രം എല്ലാവരും കൈയടിച്ചുകൊണ്ട് പാടണം. ആദ്യത്തെ ചരണം ഇരുന്നിട്ട് മുമ്പേ അടിച്ചതുപോലെ തന്നെ കൈയടിച്ചു എഴുതണം. രണ്ടാമത്തേത് ഇരുന്നു കൊണ്ട് എഴുന്നേൽക്കണ്ട, തലയ്ക്ക് മുകളിലെ കൈ ഉയർത്തി പാടേണ്ടതത്രേ. പ്രാർത്ഥിക്കാം. ഇപ്പോൾ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി കൗമയുടെ ആരംഭം പറയുന്നത്. പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉയരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ ഒന്നിനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ.
അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, വീണ്ടും ഈ വർഷവും ഈ മണൽപ്പുറത്തിങ്ങനെ സമ്മേളിച്ച് ദൈവവചനം ശ്രദ്ധിപ്പാൻ നീ ഇടയാക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുറന്ന വേദപുസ്തകം, അതിൻ്റെ സ്വാധീനങ്ങൾ മലങ്കരയിൽ ഞങ്ങളെ പുതുതാക്കി അഭിഷേകം ചെയ്ത് നടത്തിയ വഴികൾ നന്ദിയോടെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ പുത്രൻ ശരീരം നൽകി സ്ഥാപിച്ച സഭ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നേതൃത്വം എല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി, വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി, എപ്പിസ്കോപ്പൽ സംഘത്തിന് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സുശേഷകർക്ക് വേണ്ടി, വിശേഷാൽ സുശേഷ പ്രസംഗ സംഘത്തിന് വേണ്ടി, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നിൻ്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ പ്രാരംഭ സമ്മേളനം, അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളെയും തിരുമുൻപാകെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവവചനം ശക്തിയോടെ ഇന്നും ശ്രവിപ്പാൻ നിൻ്റെ ആത്മാവ് നിൻ്റെ ദാസരിലൂടെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളിൽ പുതുക്കവും മാനസാന്തരവും ഉണ്ടാക്കുവാനും പുതിയ അനുഭവം ദേശത്തിനും സഭയ്ക്കും അനുഗ്രഹമായി തീരുവാനും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യം, ദൈവജനത്തിൻ്റെ സാന്നിധ്യം, കാലാവസ്ഥ, പ്രകൃതി എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്ന് ഈ സമ്മേളനം വലിയ അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന് നിൻ്റെ കരുണയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കഴിഞ്ഞ 35 സംവത്സരക്കാലം നമ്മളോട് കൂടെയായിരുന്ന ഈ കൺവെൻഷനിലെ ദൈവദൂത് പങ്കിട്ടതായുള്ള കാലം ചെയ്ത സക്കറിയാസ് മാർ തിയോഫിലോസ് സഫ്രയൻ മെത്രാപ്പോലിത്തായുടെ ജീവിതത്തെയും ദൗത്യത്തെയും പ്രത്യേകിച്ച് ഈ സമയത്ത് നമുക്ക് അനുസ്മരിക്കാം. മാത്രമല്ല, ആ കർത്തൃദാസനിലൂടെ സഭയ്ക്കും ദേശത്തിനും സമൂഹത്തിനും നൽകിയതായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ 40 പെരുംവർഷങ്ങൾക്കാലം തുടർച്ചയായി ദൈവവചനം നമ്മളോട് പ്രസംഗിച്ചതായുള്ള ഡോക്ടർ ഈ സ്റ്റാൻലി ജോൺസിനെയും നമുക്ക് അനുസ്മരിക്കാം. അവരിലൂടെയൊക്കെ ഈ കൺവെൻഷന് ലഭിച്ചതായുള്ള എല്ലാ ധന്യതയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ചു, അവരിലൂടെ നമുക്ക് കൃപകൾ നൽകി. അതോർത്ത് ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാം. ആമേൻ. ഇപ്പോൾ ഡോക്ടർ ഈ സ്റ്റാൻലി ജോൺസിൻ്റെ മകളുടെ മകൾ ആനി മാത്യൂസ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. പിതാമകൻ്റെ കൂടെ ചെറുപ്രായത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ആ കുടുംബത്തെ പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ ഡോക്ടർ ആനി മാത്യൂസ് 5 മിനിറ്റ് നേരത്തേക്ക് ഒരു ചെറിയ ഗ്രീറ്റിങ്സ് ആദ്യമായിട്ട് നമുക്ക് അറിയിക്കുന്നത് അത്രേ. Good afternoon. His Grace the Metropolitan Joseph Martoma, അഭിവന്യ മെത്രാപ്പോലിത്ത ജോസഫ് മാർത്തോമ തിരുമേനി, His Grace Metropolitan Emeritus Mar Chrysostom, അഭിവന്യ വലിയ മെത്രാപ്പോലിത്ത ക്രിസോസ്റ്റം തിരുമേനി, His Grace Suffragan Metropolitan Mar Athanasius, സഫർഗൻ മെത്രാപ്പോലിത്ത അഥനേഷ്യസ് തിരുമേനി, Bishop Thomas Martoma Timotheosis, അഭിവന്യ തോമസ് മാർ തിമോഥെയോസ് എപ്പിസ്കോപ്പ തിരുമേനി, other bishop and clergy, political and civic leaders present, as well as my brothers and sisters in Christ. അഭിവന്യ തിരുമേനിമാരെ, പട്ടക്കാരെ, മറ്റ് രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരെ, ക്രിസ്തുവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, Greetings and congratulations to the organizers of this, the 121st Historic Maraman Convention. 121ാമത്തെ ചരിത്ര പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ സംഘാടകരെയും
നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. The largest gathering of Christians in Asia, in Kerala, which is also known as God's own country. ഈ കേരളത്തിലെയും ഏഷ്യയിലെയും ക്രിസ്തു വിശ്വാസികളുടെ ഈ വലിയ സംഗമമായ മാരാമൺ കൺവെൻഷൻ First of all, on behalf of the E. Stanley Jones family, my deep felt condolences of the demise of our dear suffragan Metropolitan Mar Theophilus. മാർത്തോമാ സഭയുടെ ദിവംഗതനായ സഫർഗൻ മെത്രാപ്പോലിത്ത സക്രിയാസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ വിയോഗത്തിൽ സ്റ്റാൻലി ജോൺസിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ ആഴമേറിയ ആദരാഞ്ജലികൾ ദുഃഖങ്ങൾ ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. He was a dear friend of my parents and he visited us whenever he came to Washington, D.C. എൻ്റെ മാതാപിതാക്കളുടെ ആത്മസുഹൃത്തായിരുന്നു സഫർഗൻ മെത്രാപ്പോലിത്ത തിരുമേനി. എല്ലായ്പ്പോഴും തിരുമേനിയുടെ വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ ഞങ്ങളെ തിരുമനസ് സന്ദർശിക്കുമായിരുന്നു. I am very grateful for the kind invitation of His Grace, the Metropolitan Joseph Martoma, to attend this Maraman convention. ഈ മാരാമൺ മഹായോഗത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി എന്നോട് കാണിച്ച ദയയും എനിക്ക് നൽകിയ പ്രത്യേക ക്ഷണത്തിനും ഞാൻ എപ്പോഴും നന്ദിയുള്ള വ്യക്തിയാണ്. And particularly to be in the company of the Reverend Dr. Len Sweet, as well as the Reverend Lori Wagner and my sister-in-law, Dr. Patricia Matthews. റവറൻഡ് ഡോക്ടർ ലേനർഡ് സ്വീറ്റ്, അതോടൊപ്പം റവറൻഡ് ലോറി വാഗ്നർ, അതോടൊപ്പം എൻ്റെ സഹോദര ഭാര്യയായ ഡോക്ടർ പെട്രിഷ്യ എന്നിവരോടൊപ്പം യാത്ര ചെയ്യുവാനും ഈ മഹായോഗത്തിൽ സംബന്ധിക്കുവാനും സാധിക്കുന്നത് എനിക്കേറെ സന്തോഷം നൽകുന്നു. I bring greetings from my mother, Eunice, the only child of E. Stanley Jones, who is now almost 102 years of age. 102 വയസ്സ് പ്രായമുള്ള സ്റ്റാൻലി ജോൺസിൻ്റെ ഏക മകളായ എൻ്റെ അമ്മയുടെ, യുനിസ് എന്ന പേരുള്ള എൻ്റെ അമ്മയുടെ പ്രത്യേകമായ സ്നേഹ അഭിവാദനങ്ങൾ ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഏവരെയും അറിയിക്കട്ടെ. My mother sends more than greetings, she sends her love. നിങ്ങൾക്ക് വന്ദനത്തിനുപരിയായി എൻ്റെ അമ്മയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നെ ഞാൻ പങ്കുവയ്ക്കട്ടെ. My grandfather, E. Stanley Jones, spoke at this world-renowned Maraman convention for more than 45 years. ഏതാണ്ട് 45 വർഷങ്ങളോളം എൻ്റെ പിതാമഹൻ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ഈ മഹായോഗത്തിൽ തുടർച്ചയായി ദൈവവചനം പ്രഘോഷിച്ചു. E. Stanley Jones loved being with his Martoma brothers and sisters, who he experienced as Christians who love following Jesus, and that is what Jones did all the days of his life. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ വിശ്വാസ സമൂഹം എന്ന നിലയിൽ മാർത്തോമാ സഭാ മക്കളോടൊപ്പം കൂട്ടായ്മ ആചരിക്കുന്നതിൽ എൻ്റെ പിതാമഹനായ ഡോക്ടർ ഇ സ്റ്റാൻലി ജോൺസ് ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്നു. My grandfather affirmed that Jesus is the perfect gift of God to mankind. മനുഷ്യവർഗത്തിനായി ഈ ദൈവം നൽകിയ ഏറ്റവും ഉദാത്തമായ സ്നേഹ സമ്മാനമാണ് യേശുക്രിസ്തു എന്ന് എൻ്റെ പിതാമഹൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. When he first went to India in 1903, he was trying to figure out how to present Jesus Christ to India. 1903 ആദ്യമായി അദ്ദേഹം ഭാരതത്തിലെത്തിയപ്പോൾ ഭാരതത്തിന് എങ്ങനെ യേശുക്രിസ്തുവിനെ പങ്കുവയ്ക്കും എന്നതിനെപ്പറ്റി അദ്ദേഹം ഏറെ ചിന്തിച്ചു. He discovered that, and I quote, "I could take my stand at Christ, and before that non-Christian world refused to know anything save Jesus Christ." അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്: ഈ ഭാരതത്തിൽ ഞാൻ യേശുക്രിസ്തുവിനോടൊപ്പം മാത്രം എൻ്റെ നിലപാട് ഉറപ്പിച്ചു. യേശുക്രിസ്തുവിനെ അറിയാത്ത അനേക ജനതകളുടെ മുൻപിൽ എനിക്ക് മറ്റൊന്നും പങ്കുവയ്ക്കുവാനില്ലായിരുന്നു. I continue his quotation. He said, "I saw that the gospel lies in the person of Jesus, that he himself is the good news." യേശുക്രിസ്തുവിലാണ് സദ്വർത്തമാനം, സുവിശേഷം എന്നും മറ്റൊന്നും അതിനോട് താരതമ്യം ചെയ്യാൻ കഴിയുകയില്ലെന്നും അദ്ദേഹം ഉറപ്പായി വിശ്വസിച്ചു. Jones thus spent the balance of his days focused on sharing Jesus Christ to all men and women in our world. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും യേശുക്രിസ്തുവിൻ്റെ സദ്വർത്തമാനം പങ്കുവയ്ക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി നാളുകൾ, എല്ലാ ദിവസങ്ങളും സ്റ്റാൻലി ജോൺസ് അതിനുവേണ്ടി സമർപ്പിച്ചു. My grandfather once told me that in the early days when he preached at this convention, handheld microphones, megaphones really, would convey his words across this great sea of persons eager to hear about Jesus.
എൻ്റെ പിതാമഹൻ എന്നോട് പറഞ്ഞിട്ടുള്ള കഥ ഇപ്രകാരമാണ്. അദ്ദേഹം മാരാമൺ മഹായോഗത്തിൻ്റെ ആദ്യ നാളുകൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ അന്ന് ഓരോരുത്തരുടെയും കയ്യിലുള്ള മെഗാഫോണുകളിൽ കൂടെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ജനസാഗരത്തിന് ദൈവത്തിൻ്റെ സുവിശേഷം അദ്ദേഹത്തിലൂടെ പങ്കുവയ്ക്കപ്പെട്ടത്. When loudspeakers became available, he donated the first loudspeakers as he did not want anyone to miss any of God's word. എന്നാൽ അതിനുശേഷം ഉച്ചഭാഷിണികൾ നിലവിൽ വന്നപ്പോൾ എല്ലാവർക്കും ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ തക്കവണ്ണം ആദ്യത്തെ ഈ മഹായോഗത്തിൻ്റെ ഉച്ചഭാഷിണികൾ സൗണ്ട് സിസ്റ്റം അദ്ദേഹമാണ് സംഭാവന നൽകിയത്. He was also eager to support students of the Mar Thoma Church as they prepared for the ministry. ക്രിസ്തുവിൻ്റെ സഭയുടെ സുവിശേഷത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സഭാവിശ്വാസികളായ വിദ്യാർത്ഥിനികളെ പരിശീലിപ്പിക്കുവാനും അദ്ദേഹം താല്പര്യപ്പെടുന്നു. This is an effort that I now intend to support through the E. Stanley Jones Foundation. ഈ സ്റ്റാൻലി ജോൺസ് ഫൗണ്ടേഷനിൽ കൂടെ ഇപ്പോൾ ഈ ഒരു പ്രവർത്തനം തുടരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. In honor of my grandfather's ministry in India and in gratitude to Dr. Leonard Sweet for speaking at this Maraman convention, the E. Stanley Jones Foundation is making a donation sufficient to cover 4 years of tuition and living expenses for a student at the Mar Thoma Theological Seminary. ഡോക്ടർ സ്റ്റാൻലി ജോൺസിൻ്റെ ശുശ്രൂഷയോടുള്ള ആദരവ് മൂലം ഇന്ന് മർത്തോമ വൈദിക സെമിനാരിയിൽ ഒരു വിദ്യാർത്ഥിക്ക് 4 വർഷം പഠനത്തിനാവശ്യമായ എല്ലാ ചിലവുകളും ഈ സ്റ്റാൻലി ജോൺസ് ഫൗണ്ടേഷൻ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. അതോടൊപ്പം ഇപ്പോൾ ഈ സ്റ്റാൻലി ജോൺസ് പ്രൊഫസറായി പ്രവർത്തിക്കുന്ന ലെനർഡ് സ്വീറ്റിൻ്റെ ഇവിടുത്തെ സാന്നിധ്യവും എനിക്കേറെ സന്തോഷം നൽകുന്നു. Through the efforts of the E. Stanley Jones Foundation, we are working to ensure that the ministry and message of E. Stanley Jones is made available to a new generation. പുതിയ തലമുറയ്ക്ക് സ്റ്റാൻലി ജോൺസിൻ്റെ പ്രവർത്തന രീതികൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഈ സ്റ്റാൻലി ജോൺസ് ഫൗണ്ടേഷനിലൂടെ ഞങ്ങൾ ഈ കാലങ്ങളിൽ ശ്രമിക്കുകയാണ്. The foundation is dedicated to bold and fruitful evangelism, which shares the life-changing message of Jesus Christ to persons of all ages, background, life situations, and locations. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളുമുള്ള എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാനുള്ള ധൈര്യത്തോടെയുള്ള ഒരു സുവിശേഷ പ്രവർത്തനമാണ് ഈ സ്റ്റാൻലി ജോൺസ് ഫൗണ്ടേഷനിൽ കൂടെ ഞങ്ങൾ ദൈവത്തിൽ താല്പര്യപ്പെടുന്നത്. Our evangelism efforts are in keeping with the spiritual legacy of E. Stanley Jones. സ്റ്റാൻലി ജോൺസിന്റെ ആത്മീക പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. I was last at this convention in 1968 and remember fondly meeting with Yohanan Mar Thoma Metropolitan, and I delighted in hearing my grandfather speak each day. 1968 ഇതിനു മുൻപ് ഞാൻ ഈ മഹായോഗത്തിൽ സംബന്ധിച്ചത്. അന്ന് മർത്തോമ മെത്രാപ്പൊലീത്തായിരുന്ന ഭാഗ്യസ്മരണീയനായ യൂഹാനോൻ തിരുമേനിയെ കണ്ടുമുട്ടിയതും എനിക്കേറെ സന്തോഷം നൽകുന്നു. എൻ്റെ പിതാമഹൻ്റെ പ്രസംഗങ്ങൾ അന്ന് എല്ലാ ദിവസവും കേൾക്കുവാൻ കഴിഞ്ഞതും ഞാൻ എന്നും സന്തോഷത്തോടെ സ്മരിക്കുകയാണ്. I know that I will have that same experience in hearing Brother Len Sweet share his passion for Jesus as he offers us his messages. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള അഭിനിവേശം ഡോക്ടർ ലെനർഡ് സ്വീറ്റ് ഈ കൺവെൻഷനിൽ പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് അതേ അനുഭവം ഈ വർഷവും ലഭിക്കും എന്ന് ഞാൻ ക്രിസ്തുവിൽ പ്രതീക്ഷിക്കുന്നു. And now a few words about Leonard Sweet. ലെനർഡ് സ്വീറ്റിനെ ഞാൻ ചില വാക്കുകളിൽ പരിചയപ്പെടുത്തട്ടെ. Leonard Sweet is a scholar of world culture who sees things the rest of us do not see and dreams possibilities that are beyond most of our imaginings. ലോകത്തിൻ്റെ സംസ്കാരത്തെ ആഴത്തിൽ അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് ഡോക്ടർ ലെനർഡ് സ്വീറ്റ്. പലപ്പോഴും നാം കാണുവാൻ ശ്രദ്ധിക്കാത്തതായ പല കാഴ്ചകളെയും ഭാവനകളെയും കാണുവാനും അത് പങ്കുവയ്ക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. Leonard Sweet has been called the Picasso of preaching. പ്രസംഗകലയുടെ ചിത്രകാരനായ പിക്കാസോ എന്നാണ് അദ്ദേഹം പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത്. He is currently serving as the E. Stanley Jones Professor of Evangelism at Drew Theological Seminary in New Jersey. ന്യൂജേഴ്സിയിലുള്ള ഡ്രൂ തിയോളജിക്കൽ സെമിനറിയിൽ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ചെയറിലെ പ്രൊഫസറായി അദ്ദേഹം ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. Len communicates the gospel with a unique bridging of the worlds of faith, academia, and popular culture.
പൊതു സംസ്കാരവും പൊതുരീതികളും അതോടൊപ്പം വിശ്വാസത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും ആഴങ്ങളും സമന്വയിപ്പിക്കുവാൻ ഡോക്ടർ ലെനറ്റ് സ്വീറ്റിന് ഏറെ അനുഗ്രഹകരമായി സാധിക്കുന്നുണ്ട്. Len once commented that E. Stanley Jones is one of those few historical figures whose life and writing seem to get better. കാലം കഴിയുന്തോറും തൻ്റെ ജീവിതവും തൻ്റെ എഴുത്തുകളും ഏറെ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന വിരളം ചരിത്ര പുരുഷന്മാരിൽ ഒരാളാണ് സ്റ്റാൻലി ജോൺസ് എന്ന് ഡോക്ടർ ലെനറ്റ് സ്വീറ്റ് പ്രസ്താവിച്ചിട്ടുണ്ട്. The writings become more rewarding, more relevant, more magical the more time passes. ഓരോ കാലങ്ങൾ കഴിയുന്തോറും സ്റ്റാൻലി ജോൺസിൻ്റെ ചിന്തകൾ ഏറെ സംഗതമായിക്കൊണ്ടിരിക്കുന്നു, ഏറെ മാന്ത്രിക സ്പർശമുള്ളതായിക്കൊണ്ടിരിക്കുന്നു, ഏറെ അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. The foundation of faith, Jones believed, was not the superiority of Christianity, but the supremacy of Christ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഡോക്ടർ സ്റ്റാൻലി ജോൺസിൻ്റെ ചിന്തയിൽ ഒരിക്കലും ക്രിസ്തീയ മതത്തിൻ്റെ മേൽക്കോയ്മയല്ല, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലതയും സുപ്രധാനതയുമാണ്. When you think of E. Stanley Jones, you think of one thing, Jesus. സ്റ്റാൻലി ജോൺസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരേ ഒരു കാര്യമാണ് ചിന്തിക്കുന്നത്, യേശു ക്രിസ്തു, അതുമാത്രം. Jones did not talk or write about Christianity or about being a Christian. ഒരിക്കലും ക്രിസ്തീയ മതത്തെ പറ്റിയോ എങ്ങനെ ക്രിസ്ത്യാനി ആയിത്തീരണം എന്നതിനെ പറ്റി സ്റ്റാൻലി ജോൺസ് ഒരിക്കലും പറഞ്ഞില്ല. He was all about Jesus and a new paradigm of living in Christ. അദ്ദേഹത്തിന് യേശുവായിരുന്നു എല്ലാം. യേശുവിൽ അദ്ദേഹം ജീവിതത്തിന്റെ നവീനമായ ഒരു മാതൃകയും പദ്ധതിയെയും കണ്ടെത്തി. Len Sweet as well is all about Jesus and lives just as Jones did before him in Jesus' new paradigm. യേശുക്രിസ്തുവിന്റെ ഈ നവീന മാതൃകയിൽ നിരന്തരം ജീവിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഡോക്ടർ ലെനറ്റ് സ്വീറ്റ്. God bless each of you. I hope you have a transformative experience at this convention. Jesus is Lord. യേശു കർത്താവാണ്. ഈ കൺവെൻഷനിലൂടെ മഹായോഗത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ അനുഗ്രഹീതമായ രൂപാന്തരം സാധിക്കട്ടെ, സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഉദ്ഘാടന പ്രസംഗം ആദ്യമേ നിർവഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോടുകൂടിയുണ്ട്, അതുപോലെ ജനപ്രതിനിധികളും പലരും ഇവിടെയുണ്ട്. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ കുര്യനും ഇവിടെയുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ഉദ്ഘാടന പ്രസംഗം ഞാൻ നിർവഹിച്ചു കൊള്ളട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആരാധ്യനായ മാർത്തമ്മ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി, സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന സഹോദര മേൽപ്പെട്ടക്കാർ, ഈ വർഷത്തെ കൺവെൻഷനിൽ ദൈവദൂത നമ്മളോട് പങ്കിടുന്നതായ നമ്മുടെ സ്നേഹിതർ, അതിഥികൾ, വന്യ വൈദികരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും വന്ദനം. 121ാമത് മാർത്തോമ മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നതായുള്ള ഈ ദിവസം നാം ഇന്ന് അഭിമുഖീകരിക്കുന്നതായുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നാം വളരെ ആകുല ചിന്തപ്പെടുകയും ചിന്തിക്കുകയും ദൈവം നമ്മെ നടത്തേണ്ടതായുള്ള വഴി എന്തെന്ന് ആരായുകയും ചെയ്യുന്നൊരു സന്ദർഭമാണ്. ഏറ്റവും വലിയ പ്രശ്നമായി നാം കാണുന്നത് പരിസ്ഥിതി മലിനീകരണമാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ മാത്രമല്ല. ഈ മലിനീകരണം വ്യാപിച്ചിരിക്കുന്നത് ചുറ്റുപാടുകളെക്കാൾ അധികമായി നമ്മുടെ മനുഷ്യ മനസ്സിലേക്കാണ്. ഇത്രയും മലീമസമായ രീതിയിൽ മനുഷ്യ മനസ്സ് ആയിത്തീർന്ന ഒരു കാലയളവ് ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. വ്യക്തിഹത്യ, അതുപോലെ തന്നെ വ്യക്തികളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുന്നതായുള്ള ഉടമസ്ഥാവകാശമുള്ള കത്തുകളും ഉടമസ്ഥാവകാശമില്ലാത്ത കത്തുകളും, ആരുടെയും പേരിൽ എന്തെല്ലാം വേണമെങ്കിലും പറയാമെന്നുള്ളതായുള്ളൊരു വ്യവസ്ഥിതി, അതിനാധാരികത ചോദിച്ചാൽ തരാമെന്ന് പറയും. പക്ഷെങ്കിൽ അത് തരുന്ന ദിവസങ്ങൾ മാറിപ്പോകുന്നു. ഇങ്ങനെ മനുഷ്യ മനസ്സ് ഏറ്റവും മലീമസമായിരിക്കുന്ന ഒരു കാലയളവിലാവുന്നു നാം ജീവിക്കുന്നത്. ന്യൂസിലൻഡിൻ്റെ തെക്കേ അതിർത്തിയിലുള്ളതായ
ഒരു ദ്വീപിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ 1200 കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു കുടുംബം, ഒരു മാർത്തോമാ കുടുംബം, അന്റാർട്ടിക്ക ദ്വീപസമൂഹത്തിന് ചുറ്റുമുള്ള ആ വളയത്തിനുള്ളിൽ താമസിക്കുന്ന ആ ഒരു കുടുംബം കുർബാനയ്ക്ക് വന്ന് ചേർന്നിരുന്നു. അത് 1200 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഒരു ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാനായിട്ട്. അതുപോലെ നമ്മുടെ ആളുകൾ ചിതറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. കാനഡയുടെ വടക്കേ അറ്റത്താകുന്ന ഒരു 40 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇടവക തന്നെ നമുക്കുണ്ട്, ആർട്ടിക് സർക്കിളിൻ്റെ മധ്യത്തിലുള്ളതായ ഒരു ഭൂപ്രദേശത്ത്. ഇന്ന് നാം ഡോക്ടർ ഇ സ്റ്റാൻലി ജോൺസ് ഇവിടെ വന്നപ്പോൾ നാം പ്രത്യേകിച്ച് ഓർക്കും. ഇവിടെ കൂടുന്നവർ നമ്മളെല്ലാവരും കല്ലടയാറിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കുണ്ടായി ജീവിച്ചിരുന്ന ആളുകളാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സൂര്യൻ അവർ തങ്ങളുടെ മേൽ സൂര്യൻ അസ്തമിക്കാത്തതായ ഒരു മാർത്തോമാ സമൂഹത്തിൻ്റെ പ്രതിനിധികളാകുന്നു ഇവിടെ വന്നു ചേർന്നിരിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. ദൈവം എത്ര ധന്യമായിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് സാക്ഷ്യമാകുന്നു നമ്മുടെ ഉത്തരവാദിത്വം. അത് എന്താണ് സാക്ഷ്യം? എൻ്റെ സാക്ഷികളാകുക. എൻ്റെ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സാക്ഷിയായി തീരുക എന്നുള്ളതാണ്. ഈ സാക്ഷ്യം നിർവഹിക്കേണ്ട കർത്താവ് ആരാകുന്നു? മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുകയാകുന്നൊരു ശരിയായ പരിഭാഷ യേശു ക്രിസ്തു സുവിശേഷത്തിൻ്റെ ആരംഭം. സുവിശേഷത്തിൻ്റെ ആരംഭമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിപ്പിക്കട്ടെ. ആ സാക്ഷ്യത്തെക്കുറിച്ചാണ്, അതാണ് സുവിശേഷം. ആ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. ആ സുവിശേഷത്തിൻ്റെ കൃപ നാം അനുഭവിക്കുന്നത് എങ്ങനെയെന്ന് വീണ്ടും അപ്പോസ്തലൻ പറയുന്നു. സ്വർഗോന്നതങ്ങളിൽ നമ്മുടെ കർത്താവ് മാനവികതയുടെ ധന്യതയിൽ ജീവിച്ചിരുന്നു എന്ന് വരികിലും ആ മാനവികതയിൽ തനിച്ചിരിക്കാതെ അവൻ വികലമായ മാനവികതയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ആ കൃപയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപയെ ഓർത്തുകൊള്ളുക. എന്തിനു വേണ്ടി വന്നു? ദൈവത്തിൻ്റെ മനുഷ്യമുഖം നമുക്ക് ദൃശ്യമായി തരുവാനായിട്ട്. സുപ്രസിദ്ധ ബംഗാളി ഹൈന്ദവ ചിന്തകനായിരുന്ന കേശവ് ചന്ദ്ര സെൻ പറഞ്ഞിട്ടുണ്ട്, ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ്, യു ക്യാൻ സീ ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗാഡ്. ഇന്ന് ദൈവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യമുഖം ദർശിക്കുവാൻ വേണ്ടിയാണ് സഭ കൂടുതലായിട്ട് ഉത്സുകരാകേണ്ടതെന്നത്രേ. നരേന്ദ്രൻ വിവേകാനന്ദനായപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത്, ആ വിവേകാനന്ദനാകുവാനുള്ള പ്രചോദനം ലഭിച്ചത് യേശു ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ജീസസ് വാസ് എ മാൻ ഹു ലിവ്ഡ് ഫോർ അതേഴ്സ്. ആ വലിയ ആദർശത്തെ മുൻപറ്റിക്കൊണ്ടാകുന്നു തൻ്റെ ജീവിത ദൗത്യം മെനഞ്ഞത് എന്നുള്ളതും നാം വിസ്മരിക്കരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളിനായി ക്രൈസ്തവ പാരമ്പര്യമുള്ളതായ നമുക്ക് ഈ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതത്രേ. ഇത് നമുക്ക് സാധ്യമായി തീരണമെന്ന് വരികിൽ ആവർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നതായ യാഥാർത്ഥ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരികെയും ചെയ്താൽ യഹോവ നിൻ്റെ പിതാക്കന്മാർക്ക് പ്രസാദിച്ചിരുന്നത് പോലെ നിന്നിലും നന്മ അയച്ച് വീണ്ടും പ്രസാദിക്കും. ആ വലിയ കൃപ കിട്ടേണ്ടതിന് വേണ്ടി ഈ സംവത്സരത്തിലെ ദൂതുകൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് മാത്രമല്ല, നമ്മുടെ ദേശത്തിന്, ഭാരതത്തിലാകമാനം ഇന്ന് കാണുന്നതായുള്ള സഹിഷ്ണുതയ്ക്ക്
അസഹിഷ്ണുത മാറി സഹിഷ്ണുതയുടെ ആത്മാവിൽ ഒരു ജനമായി മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വർഷത്തെ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളും. ദൈവത്തിന് സ്തുതി. എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനി, അപ്പോൾ ഇന്ന് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത തിരുമേനി, സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സുവിശേഷകരെ, മാധ്യമപ്രവർത്തകരെ, കർത്താവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 121ാമത് മാരാമൻ കൺവെൻഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവനിയോഗത്താൽ നമ്മുടെ പിതാക്കന്മാർ 1895 ആരംഭിച്ച ചരിത്രപ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ 120 വർഷം പിന്നിട്ടു. ഈ കൺവെൻഷനിലൂടെ മാർത്തോമാ സഭയ്ക്കും ഇതര സഭകൾക്കും സമൂഹത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ അനവധിയാണ്. ദൈവരാജ്യ സാക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാൻ കൺവെൻഷനിലൂടെ ലഭിച്ച ദൂതുകൾ പ്രേരകമായി. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് 121ാമത് മാരാമൻ കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർമ്മശേഷിയും ദീർഘവീക്ഷണവും ഭരണ നിപുണതയും ദൈവാനുഗ്രഹവുമായി ലഭിച്ചിട്ടുള്ള മലങ്കര മാർത്തോമാ മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് മാരാമൻ മഹായോഗം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പിറന്ന മണ്ണിൽ ഓളിക്കളിച്ച ബാല്യം മുതൽ പമ്പയാറും പമ്പാതീരവും മാരാമൻ കൺവെൻഷനും തിരുമേനിക്ക് വികാരവും വിചാരവുമാണ്. അതുകൊണ്ട് തന്നെ മാരാമൻ കൺവെൻഷനെ തൻ്റെ സ്വന്തമെന്ന് കരുതി പരിപോഷിപ്പിക്കുവാനും വളർത്തുവാനും തിരുമേനി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നു. തിരുമേനിയുടെ ജീവിതവും മാരാമൻ കൺവെൻഷനും വരുംകാലങ്ങളിലും ഒരുപോലെ അനുഗ്രഹകര നദിയായി ഒഴുകട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസകളോടും അഭിനയ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഏറെ സന്തോഷത്തോടും വിനയത്തോടും സ്വാഗതം ചെയ്തു. അഭിനയനായ വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി നമുക്ക് അഭിമാനവും അനുഗ്രഹവുമാണ്. 99ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയോടൊപ്പം നമുക്ക് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതൊരു ഭാഗ്യമാണ്. ദൈവം നൽകുന്ന ആയുസ്സും തെളിമയുള്ള ചിന്തകളും സരളമായ ആഖ്യാനവും നമുക്ക് വിശ്വാസവർദ്ധനവിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ സ്വാഗതം ചെയ്തു. അഭിനന്ദനായ ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലോസ് സബറൻ മെത്രാപ്പൊലീത്ത കാലം ചെയ്തതിനു ശേഷമുള്ള ആദ്യ കൺവെൻഷനാണിത്. തിരുമേനിയുടെ സൗമ്യദീപ്തമായ സാന്നിധ്യവും ദർശനമൊഴികളും മാരാമൻ കൺവെൻഷനെ ചൈതന്യഭരിതമാക്കിയിരുന്നു. നമ്മെ വിട്ട് സ്വർഗം പൂകിയ ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അഭിനന്ദനായ ഗീവർഗീസ് മാർ അഥനാസിയോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പുതിയ സ്ഥാനലബ്ധിക്ക് ശേഷമുള്ള ആദ്യ കൺവെൻഷനാണല്ലോ ഇത്. തിരുമേനിയുടെ പ്രൗഢചിന്തകളും ആകർഷണീയമായ അവതരണവും അവിസ്മരണീയമായ പ്രതിപാദനവും കൺവെൻഷൻ യോഗങ്ങൾക്ക് ആഴവും പരപ്പും നൽകി. സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് അഭിനന്ദ തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പ തിരുമേനി കഴിഞ്ഞ വർഷങ്ങളിൽ അനുഗ്രഹകരമായ നേതൃത്വം നൽകി കൺവെൻഷനെ ധന്യമാക്കി. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന തിരുമേനിയെ സഹർഷം സ്വാഗതം ചെയ്തു. സഭയ്ക്കും സമൂഹത്തിനും ശ്രേഷ്ഠമായ നേതൃത്വം നൽകി വരുന്ന എപ്പിസ്കോപ്പമാരായ അഭിനന്ദ ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ്, ഡോക്ടർ യുവാക്കി മാർ കൂർലോസ്, ജോസഫ് മാർ ബർന്നബാസ്, ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ്, ഡോക്ടർ എബ്രഹാം മാർ പൗലോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ തേബാനോസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എന്നീ തിരുമേനിമാർ ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും ദൂതുകൾ കൊണ്ടും ഈ കൺവെൻഷനെ ധന്യമാക്കുന്നു. അഭിനന്ദ തിരുമേനിമാരെ ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദ തിരുമേനിമാരെ കൂടാതെ ഈ വർഷം പ്രസിദ്ധ സുവിശേഷ പ്രസംഗകരായ ബിഷപ്പ് ഡാനിയേൽ ത്യാഗരാജ ശ്രീലങ്ക, റവറൻ ഡോക്ടർ ലെനാർഡ് സ്വീറ്റ് USA, റവറൻ ഡോക്ടർ മാൽക്കം TA സ്റ്റാൻ സിംഗപ്പൂർ, റവറൻ ഡോക്ടർ ഫ്രാൻസിസ് സുന്ദർരാജ് ചെന്നൈ എന്നിവരാണ് മുഖ്യ പ്രസംഗകർ. റവറൻ ഡോക്ടർ ലിയനാർഡ് സ്വീറ്റ്, we consider it as a divine providence and great privilege
that you could accept our invitation to be one of the main speakers of Maraman Convention 2016. On behalf of the Metropolitan and of the Marthoma Church, I extend you a cordial welcome to this convention. As our Metropolitan Dirumeni mentioned just now, with great joy I welcome Dr. Anne Matthews, granddaughter of Dr. E. Stanley Jones, Dr. Patricia Matthews, sister-in-law of Dr. Anne Matthews, and Reverend Laurie Wagner, manager of Dr. Sweet, to this convention on behalf of the Metropolitan of the Church. Singapore Methodist Sabbaile Vaidiganana Reverend Dr. Tan, Kudade Trinity Theological College Professor Kudiyan. We praise God for your presence in this year's Maraman Convention. We hope and pray your Christocentric messages will provide continued insights for our spiritual life in the contemporary world. On behalf of the Metropolitan Dirumeni and of the Marthoma Church, I extend you a hearty welcome to the Maraman Convention 2016. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മാർത്തോമ സഭയുടെ ഉറ്റമിത്രമാണ്. എല്ലാ വർഷവും കൺവെൻഷനിൽ സംബന്ധിക്കുന്ന അദ്ദേഹം നമ്മുടെ കൺവെൻഷനെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരള ഗവൺമെൻറ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൺവെൻഷന് സുഗമമായ നടത്തിപ്പിന് എല്ലാവിധ സഹായവും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ സന്തോഷത്തോടെ സ്മരിക്കുന്നു. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. നമ്മുടെ സഭാംഗമായ പി ജെ കുര്യൻ സാർ കഴിഞ്ഞ അനേക വർഷങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ് രാഷ്ട്രം അദ്ദേഹത്തെ പരമേൽപ്പിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ വിദേശീയരായ കൺവെൻഷൻ പ്രസംഗകരുടെ വിസ തടസ്സങ്ങളില്ലാതെ ലഭ്യമാക്കാൻ അദ്ദേഹം വളരെ താല്പര്യത്തോടെ ക്രമീകരണം ചെയ്ത് സഹായിക്കുന്നു. യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരള സർക്കാരിൻ്റെ സഹായ സഹകരണങ്ങൾ വിലപ്പെട്ടതാണ്. ഇറിഗേഷൻ, BWD, ഗതാഗതം, വൈദ്യുതി, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ആരോഗ്യം, ശുദ്ധജല വിതരണം, ടെലിഫോൺ എന്നീ വിഭാഗങ്ങൾ കൺവെൻഷൻ്റെ വിജയത്തിന് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. ജലവിഭവ വകുപ്പിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി പി ജെ ജോസഫ്, ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ അരികിഷോർ, സബ് കളക്ടർ ശ്രീ ശ്രീറാം, ജില്ലാ പോലീസ് ചീഫ് ശ്രീ നാരായണൻ, മറ്റ് ഓഫീസ് മേധാവികൾ എന്നിവർ അവലോക യോഗം നേതൃത്വം നൽകി ഈ ദേശത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയതിൽ കേരള സർക്കാരിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി യോഗത്തിൽ സംബന്ധിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ബിഷപ്പ് KP യോഹന്നാൻ മെട്രോപൊളിറ്റ തിരുമേനി യോഗത്തിൽ പങ്കെടുക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ട്രസ്റ്റി മിസ്റ്റർ ജോർജ് മുത്തൂറ്റ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ചെന്നൈ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മിസസ് എലിസബത്ത് വർഗീസ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ചാൻസലർ മിസസ് എലിസബത്ത് വർഗീസ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട MP ആൻഡോ ആൻ്റണി, കൊടിക്കുന്നിൽ സുരേഷ് MP, MK പ്രേമചന്ദ്രൻ MP, MLA അഡ്വക്കേറ്റ് ശിവദാസൻ നായർ ഈ കൺവെൻഷനിൽ വളരെ സഹായകരമായി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് MLA ശ്രീ ശിവദാസൻ നായർ നൽകിയ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട MLA മാരായ ശ്രീ തോമസ് ചാണ്ടി, ശ്രീ PC വിഷ്ണുദാസ്, ശ്രീ രാജു എബ്രഹാം എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അന്നപൂർണ ദേവി, വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് മാമൻ കൊണ്ടൂർ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ആത്മാർത്ഥമായ കൈത്താങ്ങി വളരെ വിലപ്പെട്ടതാണ്, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ശ്യാം മോഹൻ, തോട്ടപ്പശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി LC ക്രിസ്റ്റഫർ, കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല മാത്യൂസ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ സംബന്ധിക്കുന്ന ജനപ്രതിനിധികളെയും സാംസ്കാരിക നേതാക്കന്മാരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. മാരാമൻ കൺവെൻഷൻ സന്ദേശം ജനഹൃദയങ്ങളിലെത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ നിസ്തുലമായ സേവനം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാരാമൻ കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിൽ സ്വദേശത്തു നിന്നും വിദേശത്ത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അഭിമന്യ തോമസ് മാർ തീമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി
അധ്യക്ഷ പ്രസംഗം നടത്തും. തുടർന്ന് പാഠം വായനയ്ക്ക് ശേഷം റവറൻ ഡോക്ടർ മാൽക്കം ടി.എസ്. സ്റ്റാൻ പ്രസംഗിക്കും. റവറൻ ബോബി ഫിലിപ്പ് ഭാഷാന്തരം ചെയ്യും. ഈ യോഗത്തിൽ സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതാണ് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ഒരാഴ്ച ചരിത്ര പ്രസിദ്ധമായ ഈ പമ്പ മണൽപ്പുരത്ത് നാം ഒന്നിച്ചു കൂടുകയാണ്. നാമും ദേശവും രൂപാന്തരപ്പെടട്ടെ. ദൈവത്തിന് നമ്മളോട്, ദേശത്തിനോട് സംസാരിക്കാനുണ്ട്. ദൈവവിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കാം. ഏകാഗ്ര ഹൃദയത്തോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ നമുക്ക് കാതോർക്കാം. ദൈവമേ, എന്നോട്, എൻ്റെ ദേശത്തോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 121 മാരാമൺ കൺവെൻഷൻ തുടക്കം കുറിച്ചുവല്ലോ. ഇത്രത്തോളം ക്രമീകരണങ്ങളിൽ വ്യാപരിച്ച ദൈവകൃപയെ നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. എല്ലാ തിരുവെഴുത്തും പ്രയോജനമുള്ളതാകുന്നു. എന്തിനു വേണ്ടി പ്രയോജനമുള്ളതായി തീരുന്നു? സൽപ്രവർത്തികൾക്കായി നമ്മെ ഒരുക്കുന്നവയായി തീരണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. തിരുവെഴുത്ത്, തിരുവചനത്തിൻ്റെ പ്രഘോഷണം എന്തിനു വേണ്ടിയാകുന്നു? നമ്മളിൽ നിന്ന് സൽപ്രവർത്തികൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാകുന്നു. ഇത് ഉപദേശത്തിന് സഹായമാകുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ടീച്ചിങ്. ഈ തിരുവെഴുത്തുകൾ ഈ ദിവസങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ധാരാളം ഉപദേശങ്ങൾ സ്വാംശീകരിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരമാകുന്നു. അത് തിരുത്തലിന്, അത് ശാസനയ്ക്ക് മുഖാന്തരമായി തീരുന്നു. ദൈവവചനം ശാസനയ്ക്ക് മുഖാന്തരമായി മാറുന്നു. ടു ബി റിബ്യൂക്ഡ് ബൈ ദ ഗോസ്പൽ ആൻഡ് ടു റിബ്യൂക്ക് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗോസ്പൽ. തിരുവചന അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതങ്ങളെ നന്നായി ശാസിക്കുവാൻ, തിരുത്തുവാൻ, അതുമാത്രമല്ല തിരുവചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ തിരുത്തുവാൻ ഉള്ള ആർജവം സംഭരിക്കുകയാകുന്നു വചന കേൾവിയിലൂടെ നാം പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നീതിയിലെ അഭ്യസനത്തിന് വേണ്ടി നീതി പ്രവർത്തിക്കുക, ഇതാണ് തിരുവചന കേൾവി കൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഏത് സ്ഥലത്ത് നടക്കുന്ന അനീതിയും എല്ലായിടത്തുമുള്ള നീതിക്കും ഭീഷണിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നീതി നിവർത്തിക്കുകയാണ് ദൈവവചനം കൊണ്ട് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വചനം അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ക്രൂശിൻ്റെ വഴി നാം തിരഞ്ഞെടുക്കുകയാണ്. ദൈവവചന കേൾവിയിലൂടെ ക്രൂശിൻ്റെ വഴി നാം തിരഞ്ഞെടുക്കുകയാണ്. ഒരു വശത്തെ നാം ദൈവവചനം കേൾക്കുന്നു എങ്കിലും അത് മറുവശത്തെ വിശ്വാസത്തിലും വചനത്തിലും അനുസൃതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വചന കേൾവി വ്യർത്ഥമായി പോകുന്നു. യേശുക്രിസ്തു കാണിച്ചു തന്ന ജീവിത മാതൃകയിലൂടെ നാമും ജീവിക്കുകയാണെങ്കിൽ നമ്മിലെ ദൈവാംശം സമൂഹം തിരിച്ചറിയും. അതാണ് സുവിശേഷം. ഗണിതപരമായി നമുക്കിതിനെ 5-ാമത്തെ സുവിശേഷം എന്ന് വേണമെങ്കിൽ വിളിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഗ്രന്ഥകാരന്മാർ 4 സുവിശേഷങ്ങളിലായി വിവരിക്കുമ്പോൾ 5-ാമത്തെ സുവിശേഷമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മാറണം. വചന കേൾവി അതിന് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതൊരു ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കലാണ്. ഈ ദിവസങ്ങളിലെ വചന കേൾവിയിലൂടെ ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധനായ പത്രോസിൻ്റെ ജീവിതാന്ത്യത്തിലെ അതിമനോഹരമായ ഒരു ദൃശ്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ്. നീറോ ചക്രവർത്തി ഉണ്ടാക്കിയ കുരിശ് കണ്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ് പത്രോസ്. എന്നാൽ പത്രോസ് ഇങ്ങനെ ഓടുമ്പോൾ, ക്രൂശിനെ ഭയന്ന് ഓടുമ്പോൾ, എതിർവശത്ത് നിന്ന് ക്രൂശ് ചുമന്നുകൊണ്ട് യേശു നടന്നു വരുന്നു. അപ്പോൾ യേശു പത്രോസിനോട് ചോദിക്കുന്നു, കോവാദീസ് വേർ ആർ യു ഗോയിങ്? ക്രൂശ് ഭയന്ന് ഓടിപ്പോകുന്ന പത്രോസിനോട്
ക്രൂശ് ചുമന്നുകൊണ്ട് വരുന്ന യേശു കർത്താവ് ചോദിക്കുന്നു, വേർ ആർ യു ഗോയിങ്, നീ എവിടെ പോകുന്നു? ഈ ദിവസങ്ങളിലെ വചന കേൾവിയിലൂടെയൊക്കെ ചിലപ്പോൾ ഈ ചോദ്യം നമ്മോട് ദൈവം ചോദിക്കുന്നുണ്ടാവാം. നമ്മുടെ ഭാഷയിൽ ഈ പോക്ക് എങ്ങോട്ടാണ്? വ്യക്തി ജീവിതങ്ങളെ പരിശോധന ചെയ്യുമ്പോൾ വ്യക്തികളായി നമ്മോട് ഈ ദിവസങ്ങളിൽ വചനം നമ്മോട് ചോദിച്ചു എന്ന് വന്നേക്കാം, ഈ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ കുടുംബ ജീവിതങ്ങളെ അപഗ്രഥിക്കുമ്പോൾ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് ചോദിച്ചു എന്ന് വന്നേക്കാം, ഈ പോക്ക് എങ്ങോട്ടാണ്? ഈ ദിവസം തിരുവചനം ശക്തമായി നമ്മോട് ചോദിച്ചു എന്ന് വന്നേക്കാം, വേർ ആർ വി ഗോയിങ്, നാം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യം തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിലെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചറിയുക മാത്രമല്ല, പത്രോസ് ഈ ചോദ്യം കേട്ടപ്പോൾ അവൻ ക്രൂശിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുന്നു. നമുക്കും ഈ ചോദ്യം കേൾക്കുമ്പോൾ വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി, രാഷ്ട്രമായി, സമൂഹമായി ക്രൂശിൻ്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിന് നല്ല സാക്ഷികളായി ജീവിക്കുവാൻ ഈ വർഷത്തെ നമ്മുടെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Friends, I bring you greetings in the name of Jesus Christ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. Bring greetings to respected Bishop Joseph Mar Thoma, Metropolitan. മർത്തോമ സഭയുടെ അഭിവന്യ മെത്രാപ്പൊലീത്ത ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, Mar Chrysostom, Metropolitan. വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, Thoma Mar Timotheus, Episcopa. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, President of the Mar Thoma Evangelistic Association. അഭിവന്യ തിമോത്തിയോസ് തിരുമേനി, Bishops of the churches. മർത്തോമ സഭയിലെ അഭിവന്യ തിരുമേനിമാരെ, All dignitaries, ഇവിടെ ബഹുശരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, including office bearers of the Mar Thoma Church. മർത്തോമ സഭയുടെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ, And the Mar Thoma Evangelistic Association. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ഭാരവാഹികളെ, I bring you warm greetings in the name of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. I bring you greetings from the Christian people in Singapore. സിംഗപ്പൂരിൽ അധിവസിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ സ്നേഹം നിങ്ങൾക്ക് പങ്കിടട്ടെ. Our churches also send you greetings. അവിടെയുള്ള സഭകൾ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. And we thank God for friendship between peoples. ജനങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. Today is the first of the 4 sessions I have to share with you in the Marymount Convention. ഈ മഹായോഗത്തിൽ ഈ വർഷം പങ്കിടുവാൻ ഉദ്ദേശിക്കുന്ന 4 പ്രസംഗങ്ങളിൽ ആദ്യത്തെ പ്രസംഗം ആണ് ഞാൻ ഇന്ന് നിർവഹിക്കുന്നത്. I want to call my message this afternoon, Jesus Christ, the hope of the ages. യേശു ക്രിസ്തു യുഗങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളതാണ് എൻ്റെ വിഷയം. You heard the scriptures read to you just now. ഇപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗം Acts 17:22-31 is a record of St. Paul's message. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നാം കേട്ടത് അപ്പോസ്തലന്റെ വിശ്വാസ പ്രഖ്യാപനം അഥേനയിൽ നടത്തിയ പ്രസംഗമാണ്. That day, St. Paul had an important message for an important group of people. വിശുദ്ധനായ പൗലോസ് ലീഹായിക്ക് അഥേനയിലെ ജനങ്ങളോട് ഒരു പ്രത്യേകമായ സന്ദേശം ഉണ്ടായിരുന്നു. You see, my friends, he was speaking in a great city of Athens in a place known as the Areopagus. അരിയോപേഗ എന്ന് പറയുന്ന അഥേനയിലെ ദേശത്ത് അപ്പോസ്തലൻ സംവാദിക്കുകയാണ്. Athens was the intellectual capital of the Greek world. യവനായ ലോകത്തിന്റെ ബുദ്ധിരാക്ഷസന്മാരുടെ ഇടമായിരുന്നു അഥേന എന്ന ദേശം. And the Areopagus was where the scholars were all gathering together. ബുദ്ധിജീവികൾ ഒത്തുചേരുന്ന ഇടമായിരുന്നു അരിയോപേഗസ്. You see, St. Paul had courage to face intellectual challenges to the message of the Lord Jesus Christ. യവനായ ദേശത്തെ ബുദ്ധിജീവികളോട് അഭിസംബോധന ചെയ്യാനുള്ള ആത്മധൈര്യം ഇവിടെ അപ്പോസ്തലനിൽ നാം കാണുകയാണ്. In fact, if you paid attention to his message, you will notice that Paul was a positive person with a positive message. ഇവിടെ നാം അപ്പോസ്തലനെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വളരെ പ്രസാദാത്മകമായ വളരെ ക്രിയാത്മകമായ മനോഭാവത്തോടെ ഇടപെടുന്ന അപ്പോസ്തലനെയാണ് നാം കാണുന്നത്. In verse 22-23, we see here that Paul was positive about the people that he was meeting.
താൻ കണ്ടുമുട്ടിയ അരോപേഗസിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ബുദ്ധിജീവികളായ ജനങ്ങളോട് അപ്പോസ്തലൻ വളരെ പ്രസാദാത്മകമായ മനോഭാവത്തോടെ ഇടപെടുന്നതായി കാണുന്നു. St. Paul says, I walked all over Athens. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആ ദേശമെല്ലാം ചുറ്റി നടന്ന് കാണുകയാണ്. I saw all kinds of gods that you're praying to. നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നു, ആ ദേവന്മാരെയെല്ലാം ഞാൻ അവിടെ ചുറ്റി നടന്ന് കണ്ടു. And St. Paul came to one conclusion. അവിടെ താൻ ഒരു കൺക്ലൂഷനിലെത്തി, ഉപസംഹാരത്തിൽ എത്തിച്ചേരുകയാണ്. I can see that you are a religious people. എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു, നിങ്ങൾ വളരെയേറെ മതാത്മകതയുള്ള ഒരു കൂട്ടം ജനമാണ്. Can't you see Paul was positive about people in spite of their religious beliefs and their practices? വ്യത്യസ്തമായ മതബോധവും മതാചാരങ്ങളും അനുഷ്ഠിക്കുന്ന ജനങ്ങളാണെങ്കിൽ പോലും ആ ജനതയോട് വളരെ പ്രസാദാത്മകമായി ഇടപെടുന്ന അപ്പോസ്തലനെ നാം ഇവിടെ കാണുകയാണ്. Paul is showing us here that he was trying to be a good neighbor. ഇവിടെ അപ്പോസ്തലൻ നമുക്ക് വരച്ചു കാട്ടുന്ന മാതൃക ഒരു നല്ല അയൽക്കാരന്റെ ദൃഷ്ടാന്തമാണ്. He wanted to be a good neighbor, showing kindness and grace. എല്ലാവരോടും ഔദാര്യപൂർവ്വം സൗഹൃദമായി ഇടപെടുന്ന ഒരു അയൽക്കാരനെ അപ്പോസ്തലൻ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നു. Even if they were people that did not know the gospel. സുവിശേഷത്തിന്റെ മഹാത്മ്യം തിരിച്ചറിയാത്തവരാണെങ്കിൽ പോലും അവരോട് വളരെ അനുകൂലമായി ഇടപെടുന്ന അപ്പോസ്തലൻ. I hope they can say that about us. ഇത് നമ്മെക്കുറിച്ചും ഒരു പക്ഷെങ്കിൽ പറയാം. That Christians in the Asian continent are good neighbors. ഏഷ്യ ഭൂഖണ്ഡത്തിൽ അതിജീവിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ നല്ല അയൽക്കാരാണ്. We're good neighbors even with people who don't believe in Jesus. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളോടും വളരെ അനുതാപപൂർവ്വം സഹതാപൂർവ്വം ഇടപെടുന്ന നല്ല അയൽക്കാരാണ് നാം ഓരോരുത്തരും. Paul was positive about people. ജനങ്ങളോട് പ്രസാദാത്മകമായി ഇടപെടുന്ന അപ്പോസ്തലൻ ഇവിടെ നമുക്ക് കാണാം. Paul was also positive about the living God. ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും അപ്പോസ്തലൻ ഇതേ മനോഭാവം പുലർത്തുകയാണ്. In Acts 17 verse 24 to 25. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ St. Paul made 4 positive statements about God. വളരെ ക്രിയേറ്റീവായ, ക്രിയാത്മകമായ, പ്രസാദാത്മകമായ 4 പ്രഖ്യാപനങ്ങൾ അപ്പോസ്തലൻ ഇവിടെ നടത്തുകയാണ്. Number 1, he said God is the creator of everything. ഒന്നാമതായി അദ്ദേഹം പറയുകയാണ്, ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണ്. Number 2, he preached that God is Lord of all. വീണ്ടും താൻ പറയുകയാണ്, ദൈവം സകലരുടെയും കർത്താവാണ്. And number 3, Paul says God does not need anything from us. മൂന്നാമതായി അപ്പോസ്തലൻ പറയുകയാണ്, തനിക്ക് നമ്മിൽ നിന്ന് യാതൊന്നും ആവശ്യമില്ല. And number 4, Paul preached that God gives life. All life comes from God. എല്ലാ ജീവന്റെയും ഉറവിടം ദൈവമാണെന്ന് അപ്പോസ്തലൻ ഊന്നി പറയുകയാണ്. You notice Paul said God is the creator of everything. ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണെന്ന് അപ്പോസ്തലൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. He didn't say God was everything. ദൈവമാണ് എല്ലാം എന്ന് താൻ പറയുന്നില്ല. He said God made everything, but God is not everything. ദൈവം സകലവും സൃഷ്ടിക്കുന്നു, എന്നാൽ ദൈവം അല്ല എല്ലാം എന്ന് അപ്പോസ്തലൻ പറയുന്നു. There's a big difference between the creator and his creation. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വലിയ അന്തരമുണ്ട്. God is a creator of everything. ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണ് എന്ന് നാം മനസ്സിലാക്കുക. Paul had a clear message about the living God that he could proclaim. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ വസ്തുനിഷ്ഠമായ ഒരു സന്ദേശം നൽകുവാനുണ്ടായിരുന്നു. Thirdly, Paul spoke positively about God's actions in a human story. മാനവ ചരിത്രത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് വളരെ വ്യക്തതയോടെ അപ്പോസ്തലൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. In verse 26 to 28, 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ Paul says that God's invisible hand is involved in a story of all peoples of the world. ദൈവത്തിന്റെ അപരിമേയമായ കരങ്ങൾ മനുഷ്യന്റെ എല്ലാ സൃഷ്ടി പ്രക്രിയകളിലും ഉണ്ട് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. So God is involved in your story. ദൈവം നമ്മുടെ ചരിത്രത്തിൽ ഇടപെടുന്നവനാണ്. The story of your people. നമ്മുടെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടവനാണ്. God is involved in my story. ഇവിടെ വചനം പങ്കിടുന്ന പ്രിയ കർത്തൃദാസന്റെ ജീവിതത്തിലും ദൈവം ഇടപെട്ടവനാണ്. The story of my people. അവിടെയുള്ള ക്രിസ്തു വിശ്വാസിയുടെ ചരിത്രത്തിലും ദൈവം ഇടപെട്ടവനാണ്. And you must remember that the story is not over yet. ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. But in verse 27, 27-ാം വാക്യം വായിക്കുമ്പോൾ Paul declared God's desire for the nations.
ദൈവത്തിന് ജനതയോടുള്ള ആഗ്രഹത്തെയും വാഞ്ചയെയും കുറിച്ച് അപ്പോസ്തലൻ 27-ാം വാക്യത്തിൽ നമ്മോട് പറയുകയാണ്. God's desire is for everyone to draw close to Him. ദൈവത്തോട് സകല ജനതയും അടുത്തു വരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം, വാഞ്ച എന്ന് അപ്പോസ്തലൻ നമ്മെ അറിയിക്കുന്നു. God's desire is for you, for me, and for everyone to draw close to Him. ഞാനും നിങ്ങളും നാം എല്ലാവരും ദൈവത്തിന്റെ അരികിലേക്ക് ഓടി അടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇച്ഛ, ദൈവത്തിന്റെ ആഗ്രഹം. Now in verse 28 we see something interesting. 28-ാം വാക്യത്തിൽ അല്പം കൂടെ ശ്രദ്ധാർഹമായ ഒരു സംഗതി കാണാൻ സാധിക്കുന്നു. Paul started to quote from some of the Greek poets. ഗ്രീക്ക് കവിമാർ ചൊല്ലിയ കവിതകളിൽ നിന്ന് ചില കാര്യങ്ങൾ അപ്പോസ്തലൻ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. Paul quoted from the Greek poets who were not believers. വിശ്വാസികളല്ലാതിരുന്ന യവനായ കവിമാരുടെ കവിതകളിൽ നിന്ന് അപ്പോസ്തലൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. And so we see a very simple principle. വളരെ ലളിതമായ ഒരു തത്വം ഇവിടെ നമുക്ക് കാണാം. There are seeds of truth in the wisdom writings of the nations. ഈ ദേശങ്ങളിലെ ജ്ഞാന സാഹിത്യത്തിലും വളരെ സ്പഷ്ടമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു. And therefore Christians should be knowledgeable. അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികൾ ചുറ്റുപാട് ലോകത്തിലുള്ള എല്ലാ അറിവുകളിൽ നിന്ന് ജ്ഞാനം നേടേണ്ടതാണ്. And not be close-minded. ഇവിടെ നാം നമ്മുടെ മനസ്സിനെ അടച്ചു വെക്കേണ്ടവരല്ല. Read the Bible. വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കണം. Read also other books that give human wisdom. മനുഷ്യന് ജ്ഞാനം നൽകുന്ന ഇതര പുസ്തകങ്ങളും നാം ശ്രദ്ധയോടെ വായിക്കണം. It's good to know God's book. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. But it's also good to know the other books as well. മറ്റ് പുസ്തകങ്ങളും ശ്രദ്ധാപൂർവം നാം വായിക്കുന്നതും മനനം ചെയ്യുന്നതും നല്ലത് തന്നെ. It's good for Christians to be knowledgeable and not to be close-minded. ഒരിക്കലും ക്രിസ്തു വിശ്വാസികൾ അടഞ്ഞ മനസ്സോടെ മനസ്ഥിതിയോടെ ജീവിപ്പാൻ ശ്രമിക്കരുത്. Saint Paul showed that he was knowledgeable about the wisdom writings of others. അപ്പോസ്തലൻ പറയുകയാണ്, മറ്റു മതങ്ങളിലെ ജ്ഞാന സാഹിത്യങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ എനിക്കറിയാം. And he could pick out those things which are true. അതിൽ ഉൾക്കൊള്ളുന്നതായ സത്യങ്ങളെ താൻ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കുകയാണ്. And he can put aside those things which are not helpful. തനിക്ക് ഇഷ്ടമില്ലാത്ത, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സൈഡിലേക്ക് മാറ്റിവെക്കുകയും, And in so doing, Paul spoke positively about God's actions in a human story. അവയിൽ കാണുന്നതായ ദൈവ പ്രവർത്തനങ്ങളെ, ചരിത്രത്തിലുള്ള ദൈവ ഇടപെടലുകളെ താൻ സാംശീകരിച്ചെടുക്കുകയും ചെയ്യുകയാണ്. Thirdly, in verse 29, 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Paul was gracious even when speaking about bad religious practices. ഇവിടെ അപ്പോസ്തലൻ നമ്മുടെ മുൻപിൽ നമ്മെ അറിയിക്കുന്നത് തെറ്റായ മതാനുഷ്ഠാനങ്ങളെ കുറിച്ച് താൻ വിവരിക്കുന്ന ഇടത്ത് തന്നെ, വേളയിൽ തന്നെ താൻ വളരെയേറെ ഔദാര്യപൂർവ്വം ആ മതാനുഷ്ഠാനങ്ങളെ കുറിച്ച് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Saint Paul warns against the corrupting influence of idol worship. ബിംബ ആരാധനയുടെയും തെറ്റായ മതാനുഷ്ഠാനങ്ങളുടെയും സ്വാധീനങ്ങളെ കുറിച്ച് താൻ വിമർശനാത്മകമായി ഇവിടെ പറയുന്നു. Yet he did so in a diplomatic way. എന്നാൽ താൻ ഇത് പറയുമ്പോൾ തന്നെ വളരെയേറെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, വളരെയേറെ ശ്രദ്ധയോടുകൂടെ ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലാണ് താൻ ഈ കാര്യം പറയുന്നത്. And so I say to everyone who wants to preach the gospel, സുവിശേഷം പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്ന ഏവരും, we're not here to preach to please people. നാം ഇവിടെ ആയിരിക്കുന്നത് ജനത്തെ സന്തോഷിപ്പിക്കുന്ന സന്ദേശം നൽകുവാനല്ല. It's more important to please God. ഇവിടെ നാം ആയിരിക്കുന്നത് ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന സന്ദേശം പകരുവാനാണ്. So I believe it is important to warn against spiritual danger. അതുകൊണ്ട് ഓരോ സുവിശേഷ പ്രഘോഷണത്തിലും ആധ്യാത്മിക അപജയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടത് അനിവാര്യമായിരിക്കുന്നു. But it's also important to do so with grace and with kindness. അപ്പോൾ തന്നെ നാം ഇത് ചെയ്യുമ്പോൾ തന്നെ നാം വളരെ ഔദാര്യപൂർവ്വം കരുണാർദ്രമായ മനോഭാവത്തോടുകൂടെ ഈ വിധമായ സംഗതികൾ ഇടപെടേണ്ടതാണ്. Now Paul was a positive preacher. പൗലോസ് അപ്പോസ്തലൻ വളരെ ക്രിയാത്മകവും പ്രസാദാത്മകവുമായ ഒരു സുവിശേഷ വാഹകനായിരുന്നു. And he fearlessly made a gospel call in verse 30 to 31. 30-31 വാക്യങ്ങളിൽ സധൈര്യം സുവിശേഷം അഥേനയിൽ അരബയോ കുന്നിൽ പ്രസംഗിക്കുന്ന അപ്പോസ്തലനെ നാം കാണുകയാണ്. In the midst of all the great scholars at the Areopagus, he was not ashamed of the gospel. അവിടെ ഒത്തുചേർന്നതായ യവനായ ബുദ്ധിരാക്ഷസന്മാരുടെ മുൻപിൽ താൻ ഒട്ടും തന്നെ ഭയമില്ലാതെ നിർമ്മലമായ സുവിശേഷത്തെ ശക്തിയോടെ പ്രഘോഷിക്കുകയാണ്. Listen to verse 30 and 31. 30-31 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുക.
In the past, God overlooked such ignorance, but now he commands all people everywhere to repent. For he has set a day when he will judge the world with justice by the man he has appointed. He has given proof of this to everyone by raising him from the dead. 30-31 വാക്യങ്ങൾ ഇപ്രകാരം: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. Paul fearlessly preached the gospel to the philosophers. അവിടെ ഒത്തുചേർന്ന ജനതയോട് അപ്പോസ്തലൻ ഭയരഹിതമായി സുവിശേഷത്തിന്റെ സന്ദേശം പങ്കിടുകയാണ്. And this is what he said: താൻ ഇപ്രകാരം പറയുന്നു: the certainty of judgment day. എല്ലാവരുടെയും ന്യായം വിധിക്കുന്ന ഒരു ദിനം നമ്മുടെ മുൻപിൽ ഉണ്ട്. Judgment day is coming. ന്യായവിധിയുടെ ദിനം ആസന്നമായിരിക്കുന്നു. And because judgment day is coming, everyone must repent. ന്യായവിധിയുടെ ദിവസം ആസന്നമായിരിക്കാൻ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. The certainty of judgment day is a reason for repentance and holy living. ന്യായവിധിയുടെ സുനിശ്ചിതത്വമാണ് നാം എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവ സന്ദേശത്തിന്റെ ഉള്ളടക്കം, ഉൾക്കാഴ്ച. St. Paul says God commands everyone everywhere to repent. അപ്പോസ്തലൻ വളരെ ശക്തമായി അസന്നിഗ്ധമായി പറയുകയാണ്, എല്ലായിടത്തും എല്ലാവരും ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം. That means all must repent. അതുകൊണ്ട് ഏവരും മാനസാന്തരപ്പെടാനുള്ള സന്ദേശം അപ്പോസ്തലൻ നൽകുന്നു. But if all must repent, then all can repent. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മാനസാന്തരപ്പെടുവാനുള്ള സാധ്യതയും ഇവിടെ അറിയിക്കുകയാണ്. All can repent because God will never ask you to do something that he will not help you do it. എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവർക്കും മാനസാന്തരപ്പെടാം എന്ന് പറയുന്നതിന് കാരണം ദൈവം നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യവും നമ്മോട് പറയുന്നില്ല. And so I say to you this afternoon, all must be saved, all can be saved. ഈ സായാഹ്നത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും മാനസാന്തരപ്പെടുക, എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. Next, the Apostle Paul preached the reality of Jesus Christ. വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, മനുഷ്യരുടെ മുൻപിൽ അവതരിപ്പിച്ച ദൈവത്തിന്റെ പദ്ധതിയാണ്. Jesus Christ is special. താൻ പ്രത്യേകതയുള്ളവനാണ്, അതുല്യനാണ്. Listen to what Paul says. അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് ശ്രമിക്കാം. Jesus Christ is the man that God has appointed to judge all men on judgment day. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. Jesus Christ is special. There's no one like him. യേശു ക്രിസ്തുവിനെ പോലെ തനിക്ക് പകരം വയ്ക്കുവാൻ, തുല്യത വയ്ക്കുവാൻ മറ്റാരും ഈ ലോകത്തിൽ ഇല്ല, ഉണ്ടായിട്ടില്ല. He's the only man appointed by God to judge all men. എല്ലാവരെയും ന്യായം വിധിപ്പാൻ ദൈവം നിശ്ചയിച്ചവൻ ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ. And so listen to this. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. On the last day, അവസാന ന്യായവിധി ദിനത്തിൽ, on judgment day, ന്യായവിധിയുടെ പ്രത്യേക സമയത്ത് Jesus Christ will be the most important man on that day. ന്യായവിധിയുടെ ദിവസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. For he is that man that God has appointed to judge all men and women. എല്ലാവരെയും ന്യായം വിധിപ്പാൻ ദൈവം നിർണയിച്ചയച്ചവൻ അവൻ തന്നെ. And therefore St. Paul proclaimed the reality of Jesus Christ. അതുകൊണ്ട് അപ്പോസ്തലൻ യേശു ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ ശക്തിയുക്തം പ്രഘോഷിക്കുകയാണ്. That you and I must come to terms with Jesus Christ. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ പാതയിലേക്ക്, യേശു ക്രിസ്തുവിന്റെ ശൈലിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. Because one day, no matter who we are, we will stand before him. നാം എല്ലാവരും ഒരു ദിവസം നാം ആരായിരുന്നാലും തന്റെ മുൻപിൽ നിൽക്കേണ്ടവരാണ്. I want to challenge us to think a little bit, to reflect a little bit on what the Apostle Paul was preaching here. അല്പം കൂടെ ഈ സന്ദേശം വ്യാഖ്യാനിച്ച് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Do you remember the title of my message? ഞാൻ നൽകിയതായ ഈ സന്ദേശത്തിന്റെ ആപ്തവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. My message is entitled Jesus Christ, the hope of the ages. യേശു ക്രിസ്തു യുഗങ്ങളുടെ തലമുറകളുടെ പ്രത്യാശ എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. So the question is,
why then is Jesus Christ the hope of the ages if he is going to be my judge? എന്നാൽ യേശുക്രിസ്തു എൻ്റെ ന്യായകർത്താവായി വരുന്നവനാണെങ്കിൽ എങ്ങനെയാണ് കർത്താവ് എൻ്റെ പ്രത്യാശയായി തീരുന്നത്? If Jesus is going to judge me, how then can he be my hope? യേശുക്രിസ്തു എന്നെ ന്യായം വിധിക്കുന്നവനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ എൻ്റെ പ്രത്യാശയായി ഭവിക്കുന്നത്? I want you to think about this. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Jesus Christ is our hope on the last day. യേശുക്രിസ്തു അന്ത്യദിനത്തിലും നമ്മുടെ പ്രത്യാശയായിരിക്കും. Because the man who will judge us is the same person who did everything possible to save us. കാരണം നമ്മെ ന്യായം വിധിക്കുവാൻ എഴുന്നള്ളി വരുന്നവനാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകലതും പൂർത്തീകരിച്ചവൻ. Listen to this. ശ്രദ്ധിക്കുക. Our judge is the same person who has willingly given his life to save us. സ്വമനസ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയവനാണ് നമ്മെ ന്യായം വിധിക്കുവാൻ മടങ്ങി വരുന്നവൻ. What is this proof? ഇതിന്റെ എന്താണ് ഇതിന്റെ ഉദാഹരണം? ഇതെങ്ങനെ സ്പഷ്ടമാക്കാം? It means this. ഇതിന്റെ അർത്ഥം ഇതാണ്. Jesus Christ, our judge, is not against us. നമ്മെ ന്യായം വിധിക്കുവാൻ മടങ്ങി വരുന്നവൻ ഒരിക്കലും നമുക്കെതിരല്ല. Jesus Christ, our judge, is for us and not against us. അവൻ നമുക്ക് വേണ്ടിയാണ് വരുന്നത്. അവൻ നമ്മോട് കൂടെയുള്ളവനാണ്. Wouldn't it be terrible if you were dragged to court tomorrow? അവൻ നമ്മെ സ്വീകരിപ്പാനായി വരുന്നവനാണ്. And the judge who is going to judge you is someone who hates you. നമ്മെ ലോകപ്രകാരമുള്ള ന്യായവിധിക്കുന്നവർ പലപ്പോഴും നമ്മെ എതിർക്കുന്നവരാണ്, നമ്മെ തള്ളിക്കളയുന്നവരാണ്. But the Bible tells us that the one who will judge us is the one who has done everything possible to save us. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ന്യായം വിധിക്കുന്നവനാണെങ്കിലും അവൻ നമുക്ക് വേണ്ടി സകലവും പൊരുളായി നൽകിയവനാണ്. Jesus Christ, the judge of all humanity, സകല മാനവജാതിയുടെയും ന്യായകർത്താവായി യേശുക്രിസ്തു മടങ്ങി വരും. is not against us, he is for us. അവൻ നമുക്കെതിരല്ല, നമ്മോട് കൂടെയുള്ളവനാണ്, നമ്മോടൊപ്പം ഉള്ളവനാണ്. And that's why he is my hope and he is your hope for the last day. അതുകൊണ്ടാണ് അവൻ നമ്മുടെ പ്രത്യാശയായിരിക്കുന്നത്, എൻ്റെ പ്രത്യാശയായി നിങ്ങളുടെ പ്രത്യാശയായിരിക്കുന്നത്, ന്യായവിധി ദിവസത്തിൽ നമ്മുടെ പ്രത്യാശയായി വരുന്നവനായിരിക്കുന്നത്. But if Jesus Christ is to be the hope of the ages, we have to also ask, is he the hope for all peoples or is he the hope of only some? യേശുക്രിസ്തു സകല ജനതയുടെയും പ്രത്യാശയാണോ എന്ന് നാം പലപ്പോഴും സംശയിക്കാറുണ്ട്. ഇവിടെ പറയുകയാണ്, അവൻ സകല മാനവജാതിയുടെയും പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. In this matter, the word of God has answered us very clearly. ഇവിടെ വേദപുസ്തകം ദൈവവചനം നമ്മെ വ്യക്തതയോടെ ചില കാര്യങ്ങൾ അറിയിക്കുന്നു. In Romans chapter 15 verse 12. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. The heart of God is revealed. ദൈവത്തിന്റെ ഹൃദയം, it says there, in him will all the Gentiles hope. സകല ജാതികളുടെയും പ്രത്യാശ ദൈവമാണ്. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ, സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു. ഈശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. And therefore Jesus Christ is the hope not just of some, but he is to be the hope of all peoples. യേശുക്രിസ്തു ഒരുപറ്റം ആളുകളുടെ മാത്രം പ്രത്യാശയല്ല, അവൻ സകല ജനതയുടെയും പ്രത്യാശയാണ്. The other question we must ask today is this. വീണ്ടും നിങ്ങളുടെ മുൻപിൽ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, in what way is Jesus Christ hope for today and not only for the last day? യേശുക്രിസ്തു അന്ത്യ ന്യായവിധി ദിവസത്തിൽ നമ്മുടെ പ്രത്യാശയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മുടെ പ്രത്യാശയായി എങ്ങനെ ഭവിക്കുന്നു? Well, you know, in verse 31, St. Paul tells us very clearly. 31-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തതയോടെ നമ്മെ അറിയിക്കുകയാണ്. 31-ാമത്തെ വാക്യം, Jesus Christ is that man for the hour because God has raised him from the dead. അവനെ മരിച്ചവരിൽ ഉയർന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് ദൈവം നൽകിയിരിക്കുന്നു. We know he's the man because he's the man that God has raised from the dead. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ യേശുക്രിസ്തു ആകയാൽ അവൻ നമ്മുടെ പ്രത്യാശയാണ്, ഇന്നിന്റെ പ്രത്യാശയാണ്. The resurrection of Jesus is how we know that he is the man for the last hour, but also for every hour before that hour.
He is the man for every day before the last day. അന്ത്യ ന്യായവിധി ദിനത്തിന് മുൻപുള്ള ഓരോ ദിനവും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മുടെ പ്രത്യാശയാണ്. അവൻ ഇന്ന് നമ്മുടെ പ്രത്യാശയാണ്. How do I know that? ഞാനതെങ്ങനെ തിരിച്ചറിയും? Because Jesus said in John 14 verse 19, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 19 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയാണ്. Jesus said, because I live, you will live also. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 19 വാക്യം 2 ഭാഗം, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. Jesus said, because I live, you will live also. കർത്താവ് പറയുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. The resurrection of Jesus shows us he is special. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ അറിയിക്കുന്നത് അവൻ വ്യത്യസ്തനാണ്, അവൻ പ്രത്യേകതയുള്ളവനാണ്. He is the one we have hoped for on the last day. അന്ത്യദിനത്തിൽ നമ്മുടെ പ്രത്യാശ അവനാണ്. He is the one that we hope for every day in our lives. ജീവിതത്തിൻ്റെ ഓരോ ദിനവും പ്രത്യാശാപൂർവം നാം കാണുകയും കേൾക്കുകയും നാം അനുഭവിക്കുകയും ചെയ്യുന്നത് ഈ ഉയർത്തെഴുന്നേറ്റവൻ്റെ സാന്നിധ്യമാണ്. You know, as a pastor, I know this. ഒരു ഇടയ ശുശ്രൂഷകൻ, കർത്താവിൻ്റെ എളിയ ദാസൻ എന്ന നിലയിൽ ഈ പ്രത്യാശ ഞാൻ ദിനംപ്രതി അനുഭവിക്കുന്നു. Now, I've not been a pastor for very long. വളരെ നാളുകളായി ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. I look around me and I see pastors who have been around for many years. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലസ്ഥലത്തിൽ പ്രവർത്തിക്കുന്ന അനേകരെ ഞാൻ ചുറ്റുപാടുകൾ ഇവിടെ കാണുന്നു. As of today, I've been a pastor for only 32 years. ഞാൻ 32 വർഷമായി ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ്. But in my 32 years of being a pastor, I know this. 32 വർഷത്തെ സഭാ ശുശ്രൂഷയിൽ വളരെ വ്യക്തതയോടെയും തെളിമയോടെയും ഈ പ്രത്യാശ ഞാൻ അനുഭവിക്കുകയാണ്. That when a person loses hope in life, ജീവിതത്തിൽ പ്രത്യാശ കൈവിടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ he will find it very difficult to carry on. മുൻപോട്ട് നീങ്ങുവാൻ ഒട്ടും തന്നെ സാധ്യമല്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, You see, when you lose hope in life, you don't know what to look forward to. മുൻപോട്ട് നോക്കുവാൻ, പ്രതീക്ഷിക്കുവാൻ, പ്രത്യാശ അർപ്പിക്കുവാൻ യാതൊന്നുമില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോൾ Very often we lose our hope നമ്മുടെ പ്രത്യാശ കൈവിടപ്പെടാം. because of disappointments and disasters that happen to us in our life. ജീവിതത്തിൽ ഉണ്ടാകുന്ന അവിചാരിതമായ അനുഭവങ്ങൾ, ആകസ്മികമായ അനുഭവങ്ങൾ നമ്മെ നിരാശപ്പെടുത്താം. I know this person in Singapore. സിംഗപ്പൂരിലുള്ള ഒരു വ്യക്തിയെ എനിക്കറിയാം. She worked very hard all her life. ജീവിതത്തിൽ വളരെ ശ്രമകരമായ ഉദ്യമത്തിൽ ഏർപ്പെട്ട ആളാണ്. She saved a lot of money. ധാരാളം പണം സ്വരൂപിച്ച വ്യക്തിയായിരുന്നു അവർ. She bought many houses. വളരെയേറെ ഭവനങ്ങൾ, വീടുകൾ അവർ വാങ്ങുകയും ചമയ്ക്കുകയും ചെയ്തു. And this is what she said. അവൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, When my husband retires and when I retire, we will relax and enjoy life together. അവർ പറയുകയാണ്, ഞാനും എൻ്റെ ഭർത്താവും ഔദ്യോഗിക ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഞങ്ങൾ ജീവിതത്തെ വളരെ ഭംഗിയായി ആസ്വദിക്കും. But you and I know this. നമുക്ക് ഇതറിയാം. I can't control everything in my life and you can't control everything in your life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപിലുള്ള എല്ലാത്തിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലല്ലോ. And you know, her husband passed away because he smoked a lot and so he died of lung cancer. ധാരാളം പുകവലിച്ചത് മൂലം അവരുടെ ഭർത്താവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. And all the hopes and all the plans were gone. അവരുടെ എല്ലാ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും അവിടെ അസ്തമിച്ചു. The only thing that saw her through was her faith in Jesus Christ. എന്നാൽ അവരെ മുൻപോട്ട് നടത്തുവാൻ സഹായിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമായിരുന്നു. Sometimes we lose our health. ചില സമയങ്ങളിൽ നമ്മുടെ സഹായ ഹസ്തങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം. Sometimes we lose our wealth. നമ്മുടെ പണം നമുക്ക് നഷ്ടപ്പെടാം. Sometimes we lose loved ones and friends. നാം ഏറ്റവും സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമുക്ക് നഷ്ടപ്പെടാം. Sometimes we lose all our dreams that we have in life. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ചില്ലുകൊട്ടാരം പോലെ തകർന്നുടയാം. Well, you have two choices. അവിടെ നമുക്ക് 2 വഴികളാണുള്ളത്. You have to choose. We have to choose which voice we want to listen to. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ വിധമായ സങ്കട പ്രതിസന്ധികളിൽ നമ്മുടെ മുൻപിൽ വരുന്ന 2 സാധ്യതകളിൽ ഏത് ശബ്ദമാണ് ഞാൻ നിങ്ങൾ ശ്രവിക്കുവാൻ പോകുന്നത്. The first voice is a voice of hopelessness. ഒന്നാമത്തെ ശബ്ദം നമ്മുടെ ചെവിയിൽ, നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടതായ, പ്രതീക്ഷ അസ്തമിച്ചതായ ശബ്ദമാണ്. My life is gone. എൻ്റെ ജീവിതം തീർന്നു, തകർന്നുപോയി.
because of a wrong mistake I made. ഞാൻ ചെയ്തതായ ഒരു കൃത്യം മൂലം, ഒരു തെറ്റായ നടപടി മൂലം എൻ്റെ ജീവിതം ഇതാ തകർന്നുടഞ്ഞിരിക്കുന്നു. My life will go downhill എല്ലാം താഴേക്ക്, എല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. because of what has happened to me. എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. Because of all these things, there is no hope in my life. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ പ്രത്യാശയും പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. You can listen to that voice. It's a voice of defeat. ഇത് പരാജയത്തിന്റെ ധ്വനിയാണ്, ശബ്ദമാണ്. It is a voice of hopelessness. ഇത് പ്രത്യാശ നഷ്ടപ്പെട്ടതിന്റെ, നിരാശയുടെ ശബ്ദമാണ്. But you and I can also listen to the voice of hope and a voice of faith. ഇവിടെ ഇതാ മറ്റൊരു ശബ്ദം നമ്മുടെ കാതുകൾ മുഴങ്ങുകയാണ്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവിക ധ്വനി നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. In John 14:19, Jesus said, "Because I live, you will live, no matter what has happened." നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുകയാണ്, ഈ വിധമായ നിരാശയുടെയും പ്രത്യാശ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ അവൻ നമ്മോട് അരുളി ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും പ്രിയപ്പെട്ടവരെ ജീവിക്കുകയാണ്. In Ecclesiastes 3:11, the word of God says, God makes all things beautiful in its time. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മോട് പറയുകയാണ്, ദൈവം എല്ലാം മനോഹരമായി ഭംഗിയായി നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. If God has everything under control in your life and in my life, He will take those things and He will make it beautiful in His time. സകലവും ദൈവത്തിന്റെ നിയന്ത്രണത്തിലും ദൈവത്തിന് വിധേയപ്പെട്ട് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് എല്ലാ നിരാശകളെയും മാറ്റി, എല്ലാ പരാജയങ്ങളെയും മാറ്റി ദൈവം നമ്മെ പ്രത്യാശ നിർഭരമായ അനുഭവങ്ങളിലേക്ക് നയിക്കുമെന്ന് ദൈവവചനം ശക്തമായി നമ്മോട് പറയുകയാണ്. In Romans 8:37, Paul says, in all these things, in all these disasters in life, we are more than conquerors through Him who loves us. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. And here's a test for you and for me. എനിക്ക് നിങ്ങൾക്ക് മുൻപിലുള്ള ഒരു പരീക്ഷ ഇതാണ്. Can knowing Jesus help us live through the darkest moments in our life? ക്രിസ്തുവിനെ അറിയുന്നത് മൂലം ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ കൂടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സഹായകരമായി തീരുന്നുണ്ടോ? You see, if we say we know Jesus and we cannot face the darkest moment in our life with victory, then I believe maybe we do not yet know a living Christ. യേശുക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുകയും ജീവിതത്തിൻ്റെ അന്ധകാരപൂർണമായ അനുഭവങ്ങളിൽ കർത്താവിനോടുകൂടെ വിജയകരമായി ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കർത്താവിനെ അറിയുക എന്ന് നാം പറയുന്നത് ഒരു പക്ഷെങ്കിൽ നിരർത്ഥകമായിരിക്കാം, വ്യർത്ഥമായിരിക്കാം. So we can listen to two voices. ഈ രണ്ട് ശബ്ദങ്ങൾ നാം ശ്രവിക്കുന്നു. The voice of defeat പരാജയത്തിന്റെ ശബ്ദം കാതുകളിൽ ധ്വനിക്കുന്നു. that says, because of all the terrible things that has happened, your life will now go downhill. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ഭയാനകരമായ അനുഭവങ്ങളും ജീവിതത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്നു. Or the other voice that says, no matter what happens, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും because Jesus lives, I will still live. Hallelujah. കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുമെന്ന് പ്രത്യാശയോടെ പറയുന്ന കേൾക്കുന്ന ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. Some of you will ask me, Pastor, how is that possible? ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിലർ ഇപ്പോൾ ചോദിക്കുന്നുണ്ടാകാം, എങ്ങനെ ഇത് സാധ്യമാകും? It's possible because the gospel is more than a theory. ഇത് കാരണം, ഇത് സാധ്യമാകുന്നതിന് പറയുന്നതിന്റെ കാരണം വേദപുസ്തകം സുവിശേഷം കേവലം ഒരു സിദ്ധാന്തമല്ല. The gospel is a person. സുവിശേഷം ഒരു വ്യക്തിയാണ്. And the risen Jesus has given us himself. ജീവിക്കുന്നവനായ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശുക്രിസ്തു ഈ സുവിശേഷമായി നമ്മുടെ മുൻപിൽ അവതരിച്ചിരിക്കുകയാണ്. In Matthew 28:20 he says, I am with you to the ends of the age. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-20 വാക്യത്തിൽ പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. Because we have a living Christ. നമുക്ക് ജീവിക്കുന്നവനായ ക്രിസ്തു നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് He gives us strength when we are weak.
നാം പരാജിതരാകുമ്പോൾ, ബലഹീനരായി തീരുമ്പോൾ അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ്. He gives us wisdom when we don't understand. നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ വ്യക്തതയോടെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഈ ദൈവം നമുക്ക് നൽകുന്നവനാണ്. He gives us guidance when we don't know what to do next in life. അടുത്ത നിമിഷം എന്തു ചെയ്യണം, എവിടേക്ക് പോകണമെന്ന് അറിയാതെ വഴി അറിയാതെ ഉടലുമ്പോൾ വഴികാട്ടിയായി തീരുന്നവനാണ് ഈ ക്രിസ്തു സാന്നിധ്യം. And I believe He gives joy even amidst our trials. ജീവിതത്തിന്റെ പരീക്ഷണശാലകളിലും അവൻ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. No wonder Jesus said, because I live, you will also live, no matter what has happened. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്ത് സംഭവിച്ചാലും ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. So, the question is Jesus Christ then the hope of the ages? അതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, യേശു ക്രിസ്തു പ്രിയപ്പെട്ടവരെ തലമുറകളുടെ, ദേശത്തിന്റെ, യുഗങ്ങളുടെ കർത്താവാണെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? Think about what you heard this afternoon. ഈ സായാഹ്നം നാം ഒരുമിച്ച് പങ്കിട്ട ദൈവദിനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. Number one, He's the hope for the last day. അവൻ അന്ത്യദിനത്തിൽ നമ്മുടെ പ്രത്യാശയായിരിക്കും. Number two, He's the hope for this day and for every day before the last day. അന്ത്യദിനത്തിന് മുൻപുള്ള ഓരോ ദിനവും, ഇന്നും ഇപ്പോഴും നാളെയും അവൻ നമ്മുടെ പ്രത്യാശയായിരിക്കും. And number three, He is the hope for every man and woman, for everyone. അവൻ ഓരോ ജനങ്ങളുടെയും ഓരോരുത്തരുടെയും പ്രത്യാശയാണ്, പ്രതീക്ഷയായിരിക്കും. And so, my friends, if all these things are true, then I submit to you that Jesus Christ is the hope of the ages. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയട്ടെ, യേശു ക്രിസ്തു യുഗങ്ങളുടെ പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. Well, I'd like to round off this message with some pastoral concerns. ഇടയ ശുശ്രൂഷയിൽ എൻ്റെ മുൻപിൽ കൂടെ കടന്നു വന്ന ചില സംഗതികളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് ഈ സന്ദേശം ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. You see, I'm more of a pastor rather than an evangelist. ഞാൻ ഒരു ഇടയ ശുശ്രൂഷകനാണ്, അതാണ് എൻ്റെ മുഖ്യ ഊന്നൽ. I want to look at this message as a pastor. ഈ സന്ദേശവും ആ ഒരു തലത്തിലാണ് നിങ്ങളോട് ഞാൻ പങ്കിട്ടത്. And the question is, so what shall we do with our hope in Christ? ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്ന നാം ഇനിയും എന്തു ചെയ്യണം? I say to you, ഞാൻ നിങ്ങളോട് പറയട്ടെ, we must never lose our hope in life by losing Christ. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ഞാനും നിങ്ങളും തീരരുത്. If Christ is my hope and your hope, അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശയാകുന്നുവെങ്കിൽ, if we lose Christ, we will no longer have that hope in us. നാം ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയാൽ ഈ പ്രത്യാശ നമുക്ക് കൈമോശം വരും. We must keep our hope ഈ പ്രത്യാശയിൽ മുറുകെ പിടിക്കണം. by treasuring Christ, ക്രിസ്തുവിനെ ജീവിതത്തിന് നിക്ഷേപമായി നാം സ്വീകരിക്കണം. by being steadfast, abiding in Christ. ക്രിസ്തുവിൽ അടിയുറച്ചവരായി, ഊന്നിയവരായി ദൈനംദിന ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കണം. And in Christ we must learn to live in hope. ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നു. And not live and die in misery and disappointment. നിരാശയോടെയും പരാജയബോധത്തോടെയും ഈ ഭൂമിയിൽ നിന്ന് വിട പറയുവാൻ നമുക്കിടവരരുത്. How sad if we say we're Christians and we do not have that hope in Christ in our lives and we live and die in misery and disappointment. ക്രിസ്ത്യാനികളെന്ന് പേര് പറയപ്പെടുകയും ക്രിസ്തുവിൽ പ്രത്യാശയില്ലാത്തവരായി ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ അത് എത്രയോ നിരാശാജനകമാണ്. I also think we must share our hope with those who have given up on life because they've given up hope. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നാം അനുഭവിക്കുന്ന ഈ പ്രത്യാശയുടെ അനുഭവത്തെ പ്രത്യാശ നഷ്ടപ്പെട്ടവരുമായി പങ്കിടുവാൻ കൂടെയാണ്. Maybe it's a Christian brother or sister that has given up hope and needs to be encouraged by you. ഒരു പക്ഷെങ്കിൽ ഒരു സഹവിശ്വാസിയായിരിക്കാം ഈ നിലയിൽ വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെട്ട രീതിയിൽ കഴിയുന്നത്. Maybe this other person is not a Christian and does not know the power that hope in Christ can cause in a person's life. ക്രിസ്തുവിലുള്ള പ്രത്യാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്ന സ്വാധീനത്തെ അറിയാത്ത ഒരു മറ്റ് മതവിശ്വാസിയായിരിക്കാം ഈ നിലയിൽ കഴിയുന്നത്. Yes, my friends, you and I must share Jesus with others. നാം യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുമായി പങ്കിടേണ്ടവരാണ്. For he is the hope of the ages. കാരണം അവനാണ് തലമുറകളുടെ, യുഗങ്ങളുടെ, ദേശാന്തരങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും. I'd like to share
a testimony before I close this message. ഒരു ജീവിത സാക്ഷ്യം കൂടെ പങ്കിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. And I was wondering what to preach for Maramon sometime last year when I received the invitation. കഴിഞ്ഞ വർഷം മധ്യഭാഗത്ത് മാരാമൺ കൺവെൻഷന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ ഇവിടെ എന്ത് സന്ദേശം നൽകുമെന്ന് ഞാൻ ചിന്തിച്ചു. And I was traveling in November last year in northeast India. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്ക് മേഖലകളിൽ കൂടി നവംബർ മാസത്തിൻ്റെ ചില ദിനങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു. I was at Calcutta Bible Seminary and I was giving some lectures there. കൽക്കട്ടയിലെ സെമിനാരിയിൽ ചില ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകി. Then I went to Jorhat in Assam. ആസാമിൽ ജോർഹട്ട് സെമിനാരിയിൽ അവിടെയും ചില ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകി. And from Jorhat, Assam, they brought me by jeep into Nagaland. അവിടെ ആസാമിൽ നിന്ന് നാഗാലാൻഡിലേക്ക് ജീപ്പ് മാർഗം ഞാൻ യാത്ര ചെയ്തു പോവുകയാണ്. As I entered Nagaland, നാഗാലാൻഡിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ and we were traveling on the road, പൊതുവായ നിരത്തിൽ കൂടെ ഈ പട്ടണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ I saw a church. അവിടെ ഒരു ദൈവാലയം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. And on that church ആ ദൈവാലയത്തിൽ ഇപ്രകാരം ഞാൻ ശ്രദ്ധിച്ചു. were these beautiful words. അവിടെ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: Jesus Christ, the hope of the ages. യേശു ക്രിസ്തു യുഗങ്ങളുടെ പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. I looked at what was written on the wall of the church. ആ ദൈവാലയത്തിന്റെ ഭിത്തിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു. I told myself, ഞാൻ എന്നോട് തന്നെ ഇപ്രകാരം പ്രതിവചിച്ചു: that's a great message to preach, and I want to preach that message. ഇതാണ് ദൈവം 2016 മാരാമൺ മഹായോഗത്തിൽ നൽകുവാൻ എന്നെ ഏൽപ്പിച്ച സന്ദേശമായി ഞാൻ അന്ന് ഉൾക്കൊണ്ടു. I pray that the Holy Spirit will take what has been said this afternoon and cause it to be good seed in all your hearts. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സായാഹ്നവേളയിൽ ഇടപെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. Maramon Convention. ദൈവം തമ്പുരാൻ മാർത്തോമാ സഭയെയും മാരാമൺ കൺവെൻഷനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. To the praise of Jesus Christ. ദൈവത്തിന് സ്തോത്രം.